ഞാനിവിടെ ഖത്തറിലെത്തിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കിച്ചണിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന കുറച്ച് ഐറ്റംസും പിന്നെ ഇക്കാടെ റൂമിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസും പിന്നെ അല്ലറ ചില്ലറ ഗ്രോസറി പർച്ചേസിങ് നടത്തിയ അതും എല്ലാം കൂടെ മിക്സായിട്ട് ആകപ്പാടെ പുകയായിട്ടായിരുന്നു ഈ കിച്ചൺ കിടന്നായിരുന്നത്. കിച്ചണിൻ്റെ മൊത്തത്തിലുള്ളൊരു വീഡിയോ ആദ്യമേ തന്നെ അയച്ചു തന്നതുകൊണ്ട് വലിയൊരു ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതൊന്നും അടക്കി പറക്കി വെച്ചാലേ ഒരു മനസ്സമാധാനം കിട്ടുള്ളൂ എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മളുടെ നാട്ടിലെ കിച്ചൺ. ആ കിച്ചണിൽ നിന്ന് ഈ കിച്ചണിലേക്ക് വരുമ്പോൾ എന്തായാലും കുറച്ച് മാനസിക പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കതൊന്ന് റെഡിയാക്കാം. ഈ കാണുന്ന പാത്രങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ഇത് കുറേ നാൾ പഴക്കമുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഐറ്റംസ് ഒന്നും വേണ്ടാന്ന് വിചാരിച്ചു. കണ്ടതിൻ്റെ കോട്ടിങ്ങൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ അതൊന്നും എൻ്റെ ഒരു വൈബിന് ചേർന്നതല്ലാത്തതുകൊണ്ട് ഞാനതൊക്കെ തൽക്കാലം ഉപേക്ഷിക്കുകയാണ്. അതിന് പകരം ഞാൻ എൻ്റെ അൺബോക്സിങ് വീഡിയോ, നാട്ടിലെ പെട്ടി അൺബോക്സിങ് വീഡിയോ കണ്ടവർക്ക് കത്തും. അതിൽ നിറയെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ പാത്രംസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണമല്ലോ. ഇതാ കണ്ടില്ലേ, നല്ല പാത്രങ്ങളാണ്. പക്ഷേ നല്ല പാത്രങ്ങൾ മീൻസ് ആ കോട്ടിങ്ങൊക്കെ പോയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല ഇതൊന്നും എടുക്കാൻ. നല്ല വലിയ പാത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം ഞാനിവിടെ ഉപേക്ഷിക്കുകയാണ്. ഇതൊക്കെ ഇവിടുത്തെ റൂമിൻ്റെ ഓണറുടേതാണെന്നാണ് തോന്നണേ. അതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് എടുത്ത് കളയാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ അതൊരു കാർട്ടൂണിലേക്ക് ആക്കി വെക്കുകയാണ്. നോക്കി പ്ലേറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ അതൊന്നും നമുക്ക് കുറേ പ്ലേറ്റ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. അത്യാവശ്യത്തിന് ഞങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള പ്ലേറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ കിച്ചൺ മൊത്തത്തിൽ അങ്ങോട്ട് കാലിയാക്കിയിട്ടുണ്ട്. ഇനിയാണ് പണി. ഇതാ കണ്ടില്ലേ, ഈ ഒരു ഗ്യാസ് സ്റ്റവിൻ്റെ അവസ്ഥ വളരെ 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 പരിതാപകരമാണ്. അതിനൊന്ന് നേരെയാക്കി, സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇതെടുത്ത് കളഞ്ഞിട്ട് വേറെ വാങ്ങാമെന്നുള്ളതാണ്. ഇപ്പം ഞാൻ വന്നിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞു, ഇതുവരെ കളഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ടൊന്ന് ക്ലീൻ ആക്കണം. ഇവിടെ ഇതാ നോക്കി, ഈ കൗണ്ടർ ടോപ്പിൽ വാൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അത് എങ്ങനെ അവർ ഒട്ടിച്ചെന്നൊരു പിടുത്തില്ല. നമുക്ക് കത്തി കൊണ്ടൊന്നും നോക്കിയിട്ട് അത് പോരണില്ല. എനിക്ക് തോന്നുന്നത് അടിയിൽ പശ തേച്ചതിന് ശേഷം ഒട്ടിച്ചതായിരിക്കാനാണ് സാധ്യത. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാൾപേപ്പറൊക്കെ ഇങ്ങനെ ഒന്ന് വലിക്കുമ്പോഴേക്കും കയ്യിൽ പോരേണ്ടതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കി. പിന്നെ എൻ്റെ കൈ കഴിച്ചപ്പോൾ ഞാൻ നിർത്തി. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ കൊണ്ടുവന്ന വാൾ സ്റ്റിക്കർ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അതിനെക്കാട്ടിലും മുമ്പ് ആദ്യം ഇതൊന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കണം. അപ്പോൾ അത് ചെയ്യട്ടെ. അതിന് മുമ്പായിട്ട് ഈ കാണുന്ന സംഭവം ഒന്ന് മാറ്റണം. ഇത് അവർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നതാണ്. എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ എന്തായാലും ഈ ഫോയിൽ ഒട്ടിച്ചിട്ടുള്ളതുകൊണ്ട് ക്ലീനായിരിക്കുമല്ലോ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത് ഒലിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി മാമ ഞാൻ ഞെട്ടി മാമ എന്നുള്ള ഒരവസ്ഥയായിരുന്നു. കാരണം അതിൻ്റെ താഴെ ഫുള്ള് ഓയിലിൻ്റെ സ്റ്റെയിൻ ഉണ്ടല്ലോ, നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എന്തായാലും തെറിക്കും. അപ്പോൾ അത് ക്ലീനാക്കാതെയാണ് അവർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അത് ക്ലീനാക്കണം. അതാ നോക്കി കണ്ട, അടിഭാഗത്തൊക്കെ നല്ല കച്ചറായിട്ടുണ്ട്. നല്ല പണിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ നിന്ന് ആ പൊടി സാധനങ്ങളൊക്കെ ഒന്ന് കളയണം. ഇനിയിപ്പോൾ നമുക്ക് ക്ലീനാക്കൽ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒരു മൾട്ടിപർപ്പസ് ക്ലീനർ ഉണ്ടായിരുന്നു, നമ്മൾ കൊണ്ടുവന്നതൊന്നുമല്ല. അപ്പം ഞാനത് എടുത്തിട്ട് നമ്മുടെ പരിപാടി അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായി ഉരച്ച് ഈ സ്റ്റെയിനൊക്കെ അങ്ങോട്ട് പോകണം. എന്നാലല്ലേ നമുക്ക് എന്താ പറയുക, വാൾ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ വിചാരിച്ച പോലെയല്ല, വലിയൊരു പണിയില്ലാതെ തന്നെ ഈ ഒരു സ്റ്റെയിനൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ട, ഇങ്ങനെ വല്ലാണ്ട് കഷ്ടപ്പെട്ട് നിന്ന് ഉരക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം തന്നെ അത് ക്ലീൻ ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പഴയ ബനിയനെടുത്തിട്ട് അതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കളയാണ്.
നമ്മൾ വാൾപേപ്പർ ഒട്ടിക്കുമ്പോൾ നനവില്ലാത്ത സ്ഥലത്ത് വേണം ഒട്ടിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഒട്ടൂല എന്നാണ് എൻ്റെ ഒരു ആഗമന നിഗമനം. എനിക്കിതിനെപ്പറ്റി ഭയങ്കരമായ ഗ്രാഹ്യമായ അറിവൊന്നുമില്ല. അതിന് വാൾപേപ്പറിനെ പറ്റി കൂടുതൽ അറിയാവുന്നവർ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അങ്ങനെ അപ്പോൾ ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലോത്ത് വെച്ചിട്ട് ഞാൻ അത് നന്നായിട്ട് തുടച്ചങ്ങോട്ട് എടുക്കുകയാണ്, നനവോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട്. ഇനി ഇതാണ് നമ്മളുടെ വാൾപേപ്പർ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് നാട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെ. പക്ഷെ ഞാൻ ചെയ്ത വലിയൊരു അബദ്ധമായിരുന്നു അത് എന്നെനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായി. കാരണം മീഷോന്ന് വാങ്ങുന്ന വാൾപേപ്പർ കൊള്ളൂല കേട്ടോ. ഒട്ടിക്കാനായിട്ട് നമ്മൾ ഒക്കെ വരക്കേണ്ടി വരും. കാരണം അത്ര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഭയങ്കര തിന്നായിട്ടുള്ള പേപ്പറാണ്. അതൊന്ന് ഒട്ടിച്ചെടുക്കാൻ ഞാൻ കുറേ പാടുപെട്ടു. വലിയ കാര്യത്തിൽ ഇക്ക വരുന്നേക്കാട്ടിലും മുമ്പ് സർപ്രൈസ് എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെയൊക്കെ എടുത്ത് വെച്ച് ഒട്ടിക്കാൻ ശ്രമിച്ചു. പിന്നെ മുപ്പരാളെ തന്നെ ഏൽപ്പിക്കേണ്ടി വന്നു. കാരണം എനിക്ക് അത്ര ക്ഷമയൊന്നുമില്ല. ഇത് നല്ല ക്ഷമ വേണം. തിന്നായിട്ടുള്ള പേപ്പർ ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കണ പോലെ ഒട്ടൂല. അങ്ങനെ മൂപ്പര് അത് സെറ്റാക്കിയിട്ടുണ്ട്. അതേസമയം ഇക്ക ഇവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് ഡേ ടു ഡേ എന്നങ്ങാണ്ട് ഒരു വാൾപേപ്പർ വാങ്ങിയിട്ട് അതിങ്ങനെ ശടപടേന്ന് പറഞ്ഞിട്ട് ഒട്ടിച്ചങ്ങോട്ട് കഴിയും. ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അത്യാവശ്യം കട്ടിയുണ്ട്. അതുകൊണ്ട് ഇനി അടുത്ത ഏരിയ ഈ കാണുന്നതാണ്. ഇവിടെ എന്തോ മറ്റേ കവറൊക്കെ വെച്ച് അവർ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്നും വേണ്ട. ഇതൊക്കെ നമുക്ക് വലിച്ചു പറിച്ചങ്ങോട്ട് കളയാം. എന്നിട്ട് ഞാൻ ഈ ഒരു വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാൾപേപ്പർ കേട്ടോ. ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊട്ടിച്ചു. ഇപ്പോൾ ഒരു ക്ലീൻ ആയില്ലേ. ഇനി അടുത്തത് നമ്മൾ വാളിലൊട്ടിക്കാനാണ് പോകുന്നത്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ നല്ല ക്ഷമ വേണം. അത്ര ക്ഷമ എനിക്കുണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്താൽ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷടവടയെന്ന് പറഞ്ഞിട്ട് ഞാനും ഇക്കയും കൂടെയും ഒട്ടിച്ചതാട്ടാ. പക്ഷേ ഒട്ടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണെങ്കിലും കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഫിനിഷിംഗ് ഒന്നുമില്ല, എന്നാലും കാണാൻ നല്ല രസമുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു വാൾപേപ്പർ കേട്ടോ. അതാ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല എന്താ പറയുക, നല്ല കട്ടിയുള്ള ടൈപ്പാണ്. അപ്പോൾ അത് ഞാൻ താഴെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു വൃത്തിയിലും മെനയിലും ഒക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇക്ക പറയണ്ടായിരുന്നു അവിടെ നിന്ന് ഒട്ടിക്കേണ്ട, അത് നമുക്ക് മാറ്റാം എന്നൊക്കെ പറയണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു മാറ്റുന്നത് വരെ നമ്മളിങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കണ്ടേ. എനിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കച്ചറപ്പിച്ചറായി കിടക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളുടെ കിച്ചൻ്റെ മേക്ക് ഓവർ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? പിന്നെ നമ്മളുടെ മറ്റേ മേലത്തെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് ഞാൻ ഇങ്ങനെ ആക്കിയിട്ടാണ്. ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ സ്വന്തം പാത്രങ്ങളാണ്. ടീ, ഷുഗർ, ഗാർലിക്, ബിസ്ക്കറ്റ്, ഇതൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചാൽ നമ്മളുടെ വെസ്റ്റ് സൈഡ് ഉണ്ടല്ലോ, വെസ്റ്റ് സൈഡിൻ്റെ അവർക്ക് ഡയറക്റ്റ് ഷോപ്പിൽ പോയാലും കിട്ടും, അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ നിന്നും കിട്ടും. എങ്ങനെ വേണമെങ്കിലും വാങ്ങിക്കാം. പക്ഷേ ഈ സെയിം സാധനം ഇപ്പോൾ ഉണ്ടാവില്ല. അത് ഞങ്ങളെ ഹൗസ് വാമിങ് കഴിഞ്ഞ ആ ഒരു വർഷത്തെ മോഡലായിരുന്നു ഇത്. ഇപ്പം ആ മോഡൽ മാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇത് നമ്മളുടെ റൈസ് കണ്ടെയ്നേഴ്സാണ്. ഇതിൽ നമുക്ക് കുറേ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളുടെ പൊട്ടിച്ച പൊടി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇതിലൊക്കെയാണ് ഇട്ട് വെക്കുന്നത്. ഇതിവിടെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. മറ്റേത് ഇപ്പുറത്തിരിക്കുന്നത് രണ്ടും ഞാൻ കൊണ്ടുവന്നതാണ്. അത് കണ്ടാൽ തന്നെ അറിയാലോ, അതാണ് എൻ്റെ വൈബ്. ഇതാണ് ഈ നീലയാണ് എൻ്റെ ഇക്കാടെ വൈബ്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മളുടെ കോഫി പൗഡർ, ബിസ്ക്കറ്റ്സ്, ഇതൊക്കെ നമുക്ക് ഈ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇങ്ങനത്തെ കളറിലുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഇതിൻ്റെ മേലെ വെക്കുന്നുണ്ട്. നേരത്തെ ഞാൻ വെറുതെ ഒരു രസത്തിന് വെച്ചതാണ്. ഇപ്പോഴാണ് ശരിക്കും എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണേ കേട്ടോ. പിന്നില്ലേ, ഈ ഓർഗനൈസ് ചെയ്ത് വെക്കണ വീഡിയോസൊക്കെ ഒറ്റ ദിവസത്തെ അല്ല കേട്ടോ. എനിക്കിപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ പിന്നെ വേറൊരു ദിവസം തോന്നും വേറെ മോഡലിൽ വെക്കാൻ. ഓരോ തവണ മാറ്റുമ്പോഴും ഞാനിങ്ങനെ വീഡിയോസ് എടുത്ത് വെക്കുകയെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാണുന്ന വീഡിയോസിലൊക്കെ പല സാധനങ്ങളും പലപ്പോഴും പലയിടത്തിരിക്കണേ. പിന്നെ നമ്മളുടെ സിങ്ക് ഇങ്ങനെയൊന്നും ഇരുന്നില്ല കേട്ടോ. സിങ്കിൻ്റെ കോലം ഞാൻ കഷ്ടപ്പെട്ട് ഒരച്ച് വെളുപ്പിച്ചതാണ്. അതേപോലെ നമ്മളുടെ
ഗ്യാസ് സ്റ്റവിൻ്റെ കോലം നിങ്ങൾ നേരത്തെ കണ്ടതായിരിക്കുമല്ലോ. അതിനെയും ഞാൻ ഒരച്ചൊരച്ചൊരച്ചൊരച്ച് ഒരുവിധം വെളുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വെളുപ്പിക്കാൻ നിന്നതുകൊണ്ട് എനിക്ക് പണി കിട്ടിയെന്ന് വേണം പറയാൻ. കാരണം വേറൊന്നുമില്ല, വേറൊരു ഗ്യാസ് സ്റ്റവ് വാങ്ങിത്തരാം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്ലീനാക്കി കഴിഞ്ഞപ്പോൾ ഇത്ര നല്ല ഗ്യാസ് സ്റ്റവ് ഉള്ളപ്പോൾ നമുക്കിനി വേറെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നാണ് മൂപ്പര് പറയണേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന കിച്ചൺ ഇപ്പോൾ ദാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എങ്ങനെയുണ്ട് എൻ്റെ മേക്ക് ഓവർ? ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടല്ലേ? അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ റെഡി ആയപ്പോഴാണ് എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടിയത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാട്ടിൽ എൻ്റെ കിച്ചൺ അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഈ കച്ചറ പിച്ചറ കിച്ചൺ യൂസ് ചെയ്യാൻ എനിക്ക് ചെറിയൊരു മാനസിക പ്രയാസം ഉണ്ടാവുമല്ലോ. ആ ഒരു പ്രയാസം ഇപ്പോൾ മാറിക്കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ എന്താ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഖത്തർ വ്ളോഗുകളും വീഡിയോസൊക്കെ കാണണം എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുള്ളൂ. കാരണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ വീഡിയോ ഇട്ടിട്ട് കാര്യമുള്ളൂ. അങ്ങനെ അപ്പം ശരി, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പാക്കലാം. താങ്ക് യു, ബൈ. അതെ, പോണതിന് മുമ്പ് മറക്കാണ്ട് ആ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ. അപ്പം ശരിക്കും ശരി, ബൈ.